നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കോന്നി സ്വദേശിനി ആര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. കേസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായി 3 പെൺകുട്ടികളുടെയും ബന്ധുക്കൾ. മദ്യപാനം നിർത്താമെന്ന പേരിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘം ഏറിവരുന്നു. മരുന്ന് വിൽപ്പന ആയുർവേദ ഡോക്ടർമാരെ മുൻനിർത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. വിദേശ നമ്പറിൽ നിന്നുള്ള ഭീഷണി ഫോൺ കോൾ വന്നത് ടെമ്പിൾ CIക്ക്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൽ സുരക്ഷ കർശനമാക്കി. ഫോൺ വിളിച്ചയാളെ തിരിച്ചറിഞ്ഞതായി സൂചന. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സെഷൻസ് പ്രാരംഭവാദം തുടങ്ങി. പ്രതി നിസാമിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. വെള്ളക്കെട്ടും അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ യാത്രാ ദുരിതം. ബസ് സ്റ്റാൻഡിൽ വിലസുന്നത് കാളക്കൂറ്റന്മാർ. പാർക്കിംഗ് ഫീസ് പിരിക്കുന്ന കോർപ്പറേഷൻ അധികാരികൾ സ്റ്റാൻഡിനെ അവഗണിക്കുന്നതായി ആക്ഷേപം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കോന്നിയിലെ പെൺകുട്ടി ആര്യ സുരേഷിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇന്ന് രാവിലെ 10ഓടെ ഒറ്റപ്പാലം SI C കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നു. ഉച്ചയ്ക്ക് 1:15ഓടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഉച്ചയ്ക്ക് തന്നെ മൃതദേഹം കോന്നിയിലേക്ക് കൊണ്ടുപോയി. ആര്യയുടെ പിതാവ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് സംസ്കാരം നടക്കുക. നേരത്തെ മരിച്ച കോന്നി പെൺകുട്ടികളായ ആതിരയുടെയും രാജിയുടെയും പോസ്റ്റ്മോർട്ടം രാത്രിയിൽ നടത്തിയത് വിവാദമായതിനെ തുടർന്നാണ് ആര്യയുടെ പോസ്റ്റ്മോർട്ടം രാവിലെ നടത്തിയത്. ആര്യയുടെ ബന്ധുക്കൾക്ക് പുറമെ ആതിരയുടെയും രാജിയുടെയും ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥയും SP-യുമായ ഉമാ ബെഹ്റ, വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ KA തുളസി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥയായ ഉമാ ബെഹ്റ തയ്യാറായില്ല. ആര്യയുടെ ബന്ധുക്കളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പിന്നീട് അപകടം നടന്ന ഒറ്റപ്പാലം മങ്കര റെയിൽവേ പാളത്തിലും അന്വേഷണ സംഘം തെളിവെടുപ്പിന് ചെന്നു. പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആര്യയുടെ ബന്ധുക്കൾ രംഗത്ത്. കേസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായി കാണിച്ച് 3 കോന്നി പെൺകുട്ടികളുടെയും ബന്ധുക്കൾ സംയുക്തമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും. കഴിഞ്ഞ 13-നാണ് ഒറ്റപ്പാലം മങ്കരയ്ക്കടുത്ത് റെയിൽവേ പാളത്തിൽ നിന്ന് ആര്യയെ ഗുരുതര പരിക്കുകളോടെയും സഹപാഠികളും സുഹൃത്തുക്കളുമായ ആതിര, രാജി എന്നിവരെ മരിച്ച നിലയിലും കണ്ടെത്തിയത്. ആര്യയുടെ മരണത്തോടെ ബാംഗ്ലൂരിലേക്ക് പെൺകുട്ടികൾ യാത്ര ചെയ്തതും ആര്യയുടെ ടാബ് വിറ്റതും ദുരൂഹ മരണവുമെല്ലാം ചോദ്യചിഹ്നം പോലെ അവശേഷിക്കുകയാണ്. അതേസമയം കേസന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുമാണ് ആര്യയുടെ ബന്ധുക്കളുടെ ആരോപണം. പെൺകുട്ടികളെ കാണാതായ ഈ മാസം 9-ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് അന്വേഷിക്കുന്നതിന് പകരം പരാതി നൽകിയ ബന്ധുക്കളെ പോലീസ് പീഡിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് ആര്യയുടെ ഇളയച്ചൻ സുഭാഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ രക്ഷിതാക്കളെ മൊത്തം മാനസികമായിട്ട് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ലാതെ അവർ കുട്ടികൾ മാവേലിക്കര ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ അവിടെ കുട്ടികളെ പിടിക്കാതെ കുട്ടികളെ ഇത് ചെയ്യാതെ ഞങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കാനാണ് പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പെൺകുട്ടികൾ മാവേലിക്കരയിൽ ഉണ്ടെന്നറിഞ്ഞിട്ടും ഇവരെ പോലീസ് കണ്ടെത്താൻ ശ്രമിച്ചില്ല. പോലീസ് കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ പെൺകുട്ടികളുടെ മരണം സംഭവിക്കുമായിരുന്നില്ലെന്നും സുഭാഷ് ആരോപിച്ചു. മാനഹാനി മൂലമാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത്. നവമാധ്യമങ്ങളിൽ ഫോട്ടോ പ്രചരിച്ചതാകാം മരണത്തിന് കാരണമായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പോലീസിന്റെ കേസന്വേഷണം കാര്യക്ഷമമല്ലെന്നും അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കാണിച്ച് 3 കോന്നി പെൺകുട്ടികളുടെയും ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും. പെൺകുട്ടികളുടെ തിരോധാനത്തിന്റെ ദുരൂഹത നീക്കുന്നതിൽ നിർണായകമാകുമായിരുന്ന മൊഴി ആര്യയുടെ മരണത്തോടെ നഷ്ടമായതോടെ കേസന്വേഷണവും വഴിമുട്ടിയ അവസ്ഥയിലാണ്. അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ മനഃശാസ്ത്ര വിദഗ്ധരടങ്ങിയ പാനലിന്റെ അഭിപ്രായം തേടാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മദ്യപാനം നിർത്താമെന്ന പേരിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘം ഏറിവരുന്നു. മരുന്ന് വിൽപ്പന ആയുർവേദ ഡോക്ടർമാരെ മുൻനിർത്തി. നടപടിയെടുക്കാനാകാതെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം.
കഴിക്കുന്ന ആള് നമ്മൾ കറികളിലോ ഏത് തരം കറികളിലും ഇട്ട് കൊടുക്കാം. ഇറച്ചിയോ മീനോ വെജിറ്റേറിയനോ എന്തിലും വേണേലും ഇട്ട് കൊടുക്കാം. വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്ക് മദ്യപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? മദ്യപിക്കാനുള്ള പിന്നീട് ടെൻഡൻസി ഉണ്ടാവില്ല, അങ്ങനെയല്ല. നമുക്കിത് കഴിച്ച് അവർക്ക് പിന്നീട് ഇതിനോടുള്ള താല്പര്യം ഇല്ലാതാകും. അവർക്ക് ചെറിയ ഈ മരുന്ന് കഴിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വിമ്മിഷ്ടം, തലവേദന അങ്ങനെ പോലെയൊക്കെ ഉണ്ടാവും മരുന്ന് കൂടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ച് അവർക്ക് കൂടുതലായിട്ട് ഇതിനോട് പിന്നീട് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ദിവസം കൊണ്ട് നിർത്തിക്കോളും. മദ്യപാനി അറിയാതെ മരുന്ന് കലക്കി നൽകിയാൽ മതി, ചായയിലോ കറിയിലോ നൽകാം. കുറച്ചു നാളുകൾക്കുള്ളിൽ മദ്യത്തോട് വിരക്തി ഉണ്ടാകുമെന്നാണ് വിൽപ്പനക്കാരുടെ വാദം. കേരളം മുഴുവൻ മരുന്ന് വിൽപ്പന സംഘം കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കുകയാണ്. 17 മുതൽ 22 ദിവസം വരെയാണ് ഒരു കോഴ്സ് മരുന്ന്. വില 1400 മുതൽ 2000 വരെ. ഇതിന് 1750 രൂപയാണ് 17 ദിവസത്തേക്ക്. 17 ദിവസത്തേക്ക്. നിങ്ങൾ പേരും അഡ്രസ്സും തന്നാ പോസ്റ്റിൽ അയച്ചു തരാം. പോസ്റ്റ്മാൻ അവിടെ വരുമ്പോ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി. മദ്യപാനശീലത്തിന്റെ പഴക്കമനുസരിച്ച് മരുന്ന് കഴിക്കേണ്ട സമയ ദൈർഘ്യവുമേറും. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ മദ്യപാനിക്ക് മദ്യം കണ്ടാൽ പോലും ഛർദി ഉണ്ടാകുമെന്നാണ് വിൽപ്പനക്കാരുടെ വാദം. യാതൊരു പാർശ്വഫലവുമില്ലത്രേ. എന്നാൽ ഈ മരുന്ന് വിൽപ്പന ലൈസൻസോ അനുമതിയോ ഇല്ലാതെയാണ്. ആയുർവേദ മരുന്നെന്ന പേരിൽ വിൽക്കുന്നത് അലോപ്പതി ഗുളികകൾ പൊടിച്ചു ചേർത്തും. ഡൈസൽഫിറാം എന്ന മരുന്നിന്റെ അംശം ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാനാവുന്നില്ലെന്നാണ് ആയുർവേദ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം മേധാവി ഡോക്ടർ വിമല പറയുന്നത്. മരുന്ന് വിൽക്കുന്ന കമ്പനികൾ ആയുർവേദ ഡോക്ടർമാരെയും സ്ഥാപനത്തിലിരുത്തുകയാണ്. സ്വയം മരുന്ന് തയ്യാറാക്കി വിൽക്കാം എന്ന ഡോക്ടർമാർക്കുള്ള അനുമതി ദുരുപയോഗം ചെയ്താണ് മരുന്ന് വിൽപ്പന. ഓറൽ ഹൈഡ്രേറ്റ് ഡയാസിപ്പം എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകളാണ് ചേർക്കുന്നത്. ചികിത്സയ്ക്കായിട്ട് മരുന്നുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആഴ്ച അനുസരിച്ച് തന്നെ അങ്ങനെ ചെയ്യാവുന്ന നിയമമുണ്ട്. അപ്പൊ ഡോക്ടർമാരെ ഞങ്ങളുടെ പ്രാക്ടീസ് ഞങ്ങളുടെ രോഗികൾക്ക് മാത്രം. അപ്പൊ ഒരു ചികിത്സ എന്നാണ് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നത്. ചികിത്സ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുമ്പോൾ നമുക്ക് കയറി പ്രശ്നം പോലുള്ളവർക്ക് നടപടി എടുക്കാൻ പറ്റത്തില്ല. ഇത്തരം മരുന്ന് വിൽക്കുന്ന എത്ര കമ്പനികളുണ്ടെന്ന് പോലും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് കണക്കില്ല. എന്നാൽ ഈ മരുന്ന് വിൽപ്പനയുടെ പേരിലുള്ള പരസ്യങ്ങൾ നിരോധിക്കാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. TCV തൃശൂർ. 24 മണിക്കൂറിനകം ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണിയെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് അതീവ സുരക്ഷ ഏർപ്പെടുത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 4-ന് ടെമ്പിൾ സ്റ്റേഷൻ CI MU ബാലകൃഷ്ണന്റെ മൊബൈൽ ഫോണിലേക്കാണ് ഗുരുവായൂർ ക്ഷേത്രം തകർക്കുമെന്ന ഭീഷണി കോൾ എത്തിയത്. ഇംഗ്ലീഷിലായിരുന്നു വിളിച്ചയാൾ സംസാരിച്ചത്. വിദേശത്ത് നിന്ന് നെറ്റ് കോൾ ആയിരുന്നുവെന്നാണ് നിഗമനം. ഭീഷണിയെ തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് രാവിലെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. ചൊവ്വാഴ്ചയായതിനാൽ ക്ഷേത്രത്തിൽ തിരക്ക് കുറവാണെങ്കിലും ഭക്തരെ പരിഭ്രാന്തിയിലാക്കാതെയുള്ള പരിശോധനയാണ് നടത്തിയത്. ബാഗുകളും മറ്റ് സാധനങ്ങളും അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് വിലക്കേർപ്പെടുത്തി. മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയും കർശനമാക്കി. സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ, ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ള, CI MU ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് കൂടുതൽ പോലീസിനെ നിയോഗിച്ച് ജാഗ്രത പുലർത്തി വരികയാണ്. ഉച്ചയോടെ IG സുരേഷ് രാജ് പുരോഹിത് ഗുരുവായൂരിലെത്തി ക്ഷേത്രത്തിനകത്തെയും പുറത്തെയും സുരക്ഷ വിലയിരുത്തി. ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹനും ഭരണസമിതി അംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഖത്തറിൽ നിന്നാണ് ഫോൺ വിളി എത്തിയതെന്നും വിളിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സൂചനയുണ്ട്. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയാണ് ഇയാളെന്ന നിഗമനത്തിലാണ് പോലീസ്. 5 വർഷത്തോളമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. TCV ഗുരുവായൂർ. പുഴയ്ക്കൽ ശോഭ സിറ്റിയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രാരംഭവാദം ആരംഭിച്ചു. തൃശൂർ ഫസ്റ്റ് അഡീഷണൽ മജിസ്ട്രേറ്റ് ആൻഡ് സെഷൻസ് കോടതിയിലാണ് പ്രാരംഭവാദം തുടങ്ങിയത്. ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയെന്നതിന് ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു വാദിച്ചു. 1 മുതൽ 13 വരെയുള്ള സാക്ഷികളുടെയും ചന്ദ്രബോസിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴികൾ കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ തെളിവുകളാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ B രാമൻപിള്ള കോടതിയിൽ വാദിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മാത്രമേ പ്രതിക്കെതിരെ കേസ് നിലനിൽക്കുകയുള്ളൂവെന്നും ഇത് സംബന്ധിച്ച ശക്തമായ തെളിവുകൾ രേഖാമൂലം എഴുതി നൽകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഇതേ തുടർന്ന് തുടർവാദം കേൾക്കുന്നതിനായി ഈ മാസം 27-ലേക്ക് ജഡ്ജി KP സുധീർ കേസ് മാറ്റിവെക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ പ്രതി മുഹമ്മദ് നിസാം കഴിഞ്ഞ ജനുവരി 29-നാണ് വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസ് ഫെബ്രുവരി 16-ന് മരിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ന്യൂസ് ഡെസ്ക് TCV.
വെള്ളക്കെട്ടും അടിസ്ഥാന സൗകര്യക്കുറവും മൂലം വീർപ്പുമുട്ടുകയാണ് വടക്കേ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ് ജീവനക്കാരും. ചെളിവെള്ളത്തിൽ സ്ഥിരമായി കയറി ഇറങ്ങുന്നത് മൂലം ത്വക്ക് രോഗങ്ങൾ വരുന്നതായും ബസ് ജീവനക്കാർ. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ട്രാക്കിലാണ് വെള്ളക്കെട്ട് മൂലം ബസ് ജീവനക്കാരും യാത്രക്കാരും ദുരിതം നേരിടുന്നത്. 250ഓളം ബസ്സുകൾ വന്നുപോകുന്ന വടക്കേ ബസ് സ്റ്റാൻഡിൽ ഓരോ ബസ്സിനും പ്രതിദിനം 20 രൂപ വീതം പാർക്കിംഗ് ഫീസ് പിരിക്കുന്ന കോർപ്പറേഷൻ അധികാരികളും ഈ പ്രശ്നത്തെ വേണ്ടവിധം ഗവനിക്കുന്നില്ലെന്നാണ് പരാതി. അത്താണി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ബസ്സുകളും ഒറ്റപ്പാലം ബസ്സുകളും പാർക്ക് ചെയ്യുന്നയിടത്താണ് കുഴികളും വെള്ളക്കെട്ടും പ്രശ്നം സൃഷ്ടിക്കുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം ബസ്സുകളിൽ കയറാൻ. വെള്ളം കെട്ടി നിൽക്കുന്ന ട്രാക്കിൽ നിന്നും ബസ്സുകൾ മാറ്റിയിട്ടാൽ പോലീസ് ചാർജ് ചെയ്യുമെന്നതാണ് മറ്റൊരു പരാതി. സ്ഥിരമായി ചെളിവെള്ളത്തിൽ നടന്ന് പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ വരുന്നതായും ബസ് ജീവനക്കാർ പരാതിപ്പെടുന്നു. ഇവിടെയാണ് മെഡിക്കൽ കോളേജ് വണ്ടികളൊക്കെ ട്രാക്കിലിടുന്നത്. ഇവിടെ ഇപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. മുട്ടപ്പം വെള്ളം വണ്ടി ട്രാക്ക് മാറ്റിയിട്ടാണ് പോലീസുകാർ ചാർജ് ചെയ്യുക. ജനങ്ങൾക്ക് കയറാൻ പറ്റില്ല, ജനങ്ങൾ പരാതി പറയുക. ഒരു വണ്ടിക്ക് ആകെ 2 മിനിറ്റും 1 മിനിറ്റുള്ള വണ്ടികളാണ്. ഈ വെള്ളത്തിനടുത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് ഇടുമ്പോഴും സമയമാവുകയാണ്. ആ കാലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥ, ഒരു പോച്ചിലും ഒരു നീട്ടിലേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുഴിയാണ്, കമ്പിളി കുഴിയാണ്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഓഫീസിന് മൂക്കിന് താഴെയാണ് വെള്ളക്കെട്ട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അരങ്ങേറുന്നതെങ്കിലും ഇവരാരും ഇക്കാര്യം അറിഞ്ഞു മട്ടില്ല. ആവശ്യത്തിന് ബസ് ഷെൽട്ടറുകൾ ഇല്ലാത്തതാണ് മഴക്കാലത്ത് യാത്രക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. ഉള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണെങ്കിൽ കാളക്കൂറ്റന്മാർ ഇടം പിടിക്കുന്നതും ഭീഷണിയാണ്. രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും കാളക്കൂറ്റന്മാർ അലഞ്ഞു നടക്കുന്നതും ഒരുപോലെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. സ്റ്റാൻഡിലെ പ്രതലം ഒരേ നിരപ്പല്ലാത്തതാണ് വെള്ളക്കെട്ടിന്റെ അടിസ്ഥാന കാരണം. ഈ ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാനുള്ള പരിചയക്കുറവ് മൂലം മലമൂത്ര വിസർജനം തുറസായ സ്ഥലങ്ങളിൽ നടത്തുന്നവരും ഇവിടെയുണ്ട്. പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥല സൗകര്യമില്ലാത്തതും മിനിറ്റുകൾക്കുള്ളിൽ ബസ്സുകൾ ട്രാക്ക് മാറേണ്ട സാഹചര്യവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കോർപ്പറേഷനും ബന്ധപ്പെട്ട അധികാരികളും ഇടപെട്ട് പ്രശ്നപരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇതു സംബന്ധിച്ച് ആവശ്യമുയർന്നിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ജില്ലാ കളക്ടർ MS ജയ നാളെ ചുമതലയൊഴിയും. പുതിയ കളക്ടറെ നിയമിക്കുന്നതുവരെ ADM CK അനന്തകൃഷ്ണനായിരിക്കും ജില്ലാ കളക്ടറുടെ താൽക്കാലിക ചുമതല. ജില്ലാ കളക്ടറുടെ പദവിയിൽ 2 വർഷവും 27 ദിവസവും പൂർത്തീകരിച്ച ശേഷമാണ് MS ജയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയോഗിക്കപ്പെട്ടത്. 2013 ജൂണിലാണ് സാമൂഹികനീതി വകുപ്പ് ഡയറക്ടറായിരിക്കെ ഇവരെ ജില്ലാ കളക്ടറായി നിയോഗിച്ചത്. ജൂൺ 26 കളക്ടറായി ചുമതലയേറ്റു. നേരത്തെ ദേശീയ ഗെയിംസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിവിൽ സപ്ലൈസ് കമ്മീഷണർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. സുപ്രധാനമായ പല ചുമതലകളും സുത്യർഹമായ രീതിയിൽ നിർവഹിച്ചതിന്റെ ട്രാക്ക് റെക്കോർഡുമായാണ് പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് കളക്ടർ സാംസ്കാരിക നഗരിയോട് വിട പറയുന്നത്. മലക്കപ്പാറയിൽ തുടർച്ചയായി 2ാം ദിവസവും ആനയുടെ ആക്രമണം. ടാറ്റ ടീ എസ്റ്റേറ്റിന്റെ സ്റ്റോർ റൂം ആനക്കൂട്ടം തകർത്തു. ഫർണിച്ചറും ഫ്രിഡ്ജും നശിപ്പിച്ച നിലയിലാണ്. ഒരു ചാക്ക് പഞ്ചസാരയും ആന തിന്നിട്ടുണ്ട്. 6-ലധികം ആനകൾ ഉണ്ടായിരുന്നതായി ക്വാർട്ടേഴ്സിലെ താമസക്കാർ പറഞ്ഞു. വിവരമറിഞ്ഞ് ഇന്ന് രാവിലെ മലക്കപ്പാറ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നലെയും മലക്കപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിരുന്നു. ടാറ്റ ടീ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലെ രാമസ്വാമിയുടെ വീടാണ് ഇന്നലെ പുലർച്ചെ ആനകൾ ആക്രമിച്ചത്. മുൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്ത ആനകൾ പരിസരവാസികൾ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് തിരികെ പോകുകയായിരുന്നു. കഴിഞ്ഞ 1 മാസമായി മലക്കപ്പാറയിൽ ആനകളുടെ ആക്രമണം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അന്നമനട സബ് ട്രഷറി കെട്ടിടത്തിൽ നിന്ന് രേഖകൾ പൂർണ്ണമായി മാളയിലെ സബ് ട്രഷറിയിലേക്ക് ഇന്ന് രാവിലെ മാറ്റി. രേഖകൾ മാറ്റുന്നത് തടയാൻ ശ്രമിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അന്നമനടയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സതീശൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും CPM, CPI, കോൺഗ്രസ് വ്യാപാരി നേതാക്കളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് രേഖകൾ മാറ്റുന്നതിന് വൻ പോലീസ് സന്നാഹത്തോടെയാണ് ട്രഷറി ഉദ്യോഗസ്ഥർ എത്തിയത്. ട്രഷറി രേഖകൾ മാറ്റിയ ശേഷം ഫർണിച്ചർ കൊണ്ടുപോകാനുള്ള ശ്രമം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. ഫർണിച്ചർ കയറ്റിയ വാഹനം സമരക്കാർ തടഞ്ഞു. തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്. പോലീസും സമരക്കാരും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിന് ശേഷം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2 മാസം മുൻപാണ് അന്നമനടയിലെ സബ് ട്രഷറി നിർത്തലാക്കി മാളയിലേക്ക് മാറ്റിയത്. എന്നാൽ ട്രഷറി മാറ്റത്തിനെതിരെ കാവൽ സമരം ആരംഭിച്ചതിനാൽ രേഖകൾ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് 100ഓളം പെൻഷൻകാർക്ക് പെൻഷൻ ലഭിച്ചിരുന്നില്ല. ഇവരുടെ പെൻഷൻ രേഖകൾ അന്നമനടയിൽ കുടുങ്ങിയതാണ് വിനയായത്. മാളയിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ട്രഷറി വകുപ്പിന്റെ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളുള്ള സബ് ട്രഷറി നിർമ്മിച്ച ശേഷം മറ്റൊരു കോടതി ഉത്തരവിലൂടെയാണ് പ്രവർത്തനം തുടങ്ങിയത്.
ട്രഷറി നിർമ്മിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാത്തതിനാൽ ട്രഷറിക്കായി 13 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ തട്ടകത്ത് ജോസഫിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെട്ട് പ്രവർത്തനം തുടങ്ങിയത്. രേഖകൾ പൂർണ്ണമായി കൊണ്ടുവരാത്തതിന്റെ പേരിൽ പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ CPI നേതാവ് TK സദാനന്ദൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ്. രേഖകൾ ആഗസ്റ്റ് 1 മാറ്റണമെന്ന കോടതി ഉത്തരവ് അനുസരിച്ചാണ് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും നടപടിക്ക് നിർദ്ദേശം നൽകിയത്. TCV മാള. കൊടുങ്ങല്ലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ അവസാനിച്ചു. രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകടനങ്ങളും മറ്റും നടത്താൻ അനുമതി നൽകേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച പ്രതിഷേധ സമരങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. യുവമോർച്ച മേത്തല മേഖലാ പ്രസിഡന്റ് അനീഷ് കാർത്തികേയനും CPM ലോക്കൽ സെക്രട്ടറി KR ജൈത്രനും ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. മായം ചേർത്ത മത്സ്യം വിൽക്കുന്നത് തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് ഫിഷറീസ് മന്ത്രി K ബാബു നിയമസഭയിൽ അറിയിച്ചു. മത്സ്യം ദിവസങ്ങളോളം കേടാകാതിരിക്കാൻ അമോണിയം, ഫോർമാലിൻ തുടങ്ങിയ മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുവെന്ന് TCV അടക്കമുള്ള മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷം പുരട്ടിയ മീനുകൾ എന്ന വാർത്താ പരമ്പരയിലൂടെയാണ് TCV ഈ വാർത്ത നൽകിയത്. ജില്ലയിൽ തക്കാളിപ്പനി പടരുന്നു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിലാണ് തക്കാളിപ്പനി കൂടുതലായി വ്യാപിക്കുന്നത്. ദേഹത്ത് തടിച്ചു വീർക്കുന്നതാണ് തക്കാളിപ്പനിയുടെ ലക്ഷണം. വായുവിൽ കൂടിയാണ് രോഗം കൂടുതലായി പടരുന്നത്. ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. 4 പേർക്കാണ് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. വൈറൽ പനി ബാധിച്ച് 910 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ ബാഹുബലി എന്ന ചലച്ചിത്രത്തിന് ശബ്ദമിശ്രണം നൽകിയത് തൃശൂർ സ്വദേശിയായ ജസ്റ്റിൻ ജോസ്. നിരവധി ഹോളിവുഡ് സിനിമകൾ അടക്കമുള്ള വമ്പൻ പ്രൊജക്ടുകളിലൂടെ ശ്രദ്ധേയനായ ഈ പ്രതിഭ സാംസ്കാരിക നഗരിയുടെ അഭിമാനം ബോളിവുഡിലും ഹോളിവുഡിലും എത്തിക്കുകയാണ്. ബാഹുബലി എന്ന ചിത്രത്തെ ലോകോത്തര നിലവാരത്തിലെത്തിച്ചതിൽ ചെറുതല്ലാത്ത പങ്കുവഹിച്ചവരിൽ ഒരു തൃശൂർക്കാരനും ഉണ്ടായിരുന്നുവെന്നത് അധികമാർക്കും അറിയാത്ത രഹസ്യം കൂടിയാണ്. തൃശൂർ മുണ്ടുപാലത്തിനടുത്ത് അവന്യൂ സ്ട്രീറ്റിൽ താമസിക്കുകയും മുംബൈയിൽ സൗണ്ട് എഞ്ചിനീയറായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ റസൂൽ പൂക്കുട്ടിക്ക് ശേഷം ഈ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്ന സാങ്കേതിക വിദഗ്ധനായി മാറുകയാണ്. ഷാരൂഖ് ഖാന്റെ ഹാപ്പി ന്യൂ ഇയർ, ശ്രീദേവിയുടെ ഇംഗ്ലീഷ് വിംഗ്ലീഷ്, മിൽഖ സിംഗിന്റെ ജീവിതം അവതരിപ്പിച്ച ബാഗ് മിൽഖ ബാഗ്, രൺബീർ കപൂറും അനുഷ്ക ശർമ്മയുമെല്ലാം അണിനിരുന്ന ബോംബെ വെൽവെറ്റ്, ABCD, അഞ്ചാന, ബ്ലഫ് മാസ്റ്റർ, കിക്ക് തുടങ്ങിയ പ്രശസ്ത ചിത്രങ്ങൾക്ക് ശബ്ദമിശ്രണം ഒരുക്കിയിട്ടുണ്ട്. സ്പൈഡർമാൻ, ഗോസ്റ്റ് റൈഡർ, ദി കരാത്ത കിഡ്, 2012 തുടങ്ങിയ ഹോളിവുഡ് സിനിമകളുടെ ഇന്ത്യൻ പതിപ്പുകൾക്ക് ശബ്ദമിശ്രണം ഒരുക്കിയതും അധികമാരും അറിയാത്ത ഈ കലാകാരനാണ്. ബാഹുബലി എന്ന ചിത്രത്തിന്റെ ഓരോ രംഗത്തിന്റെയും തീവ്രത ശബ്ദത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് ഒരേ സമയം വലിയ വെല്ലുവിളിയും ഭാഗ്യവുമായിരുന്നുവെന്ന് ജസ്റ്റിൻ പറയുന്നു. ബാഹുബലി ഫിലിം ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് മൂവിയാണ്. അതിൽ നമുക്ക് വർക്കിംഗ് കിട്ടുക എന്ന് പറഞ്ഞത് അതൊരു ദൈവകടാക്ഷമായിട്ട് ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹമായിട്ട്. കാരണം അത് കുറേ പേര് ആഗ്രഹിച്ചൊരു പ്രൊജക്റ്റാണ്. ഈ ഫിലിം ഭയങ്കര ഡൈനാമിക്കൽ സൗണ്ടാണ് നമ്മൾ മാക്സിമം ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തത്. അത് മിക്സ് വൈസിൽ ടെക്നിക്കലി പറയാൻ ഡൈനാമിക്കൽ എന്ന് വെച്ചാൽ മ്യൂസിക് വരുന്നിടത്ത് ഫുൾ പമ്പി മ്യൂസിക്കും അതേപോലെ എഫക്ട്സ് വരുന്നിടത്തും ഈവൻ ഹീറോയിസും കാണിക്കുന്നിടത്തും എല്ലാ സിനിമയിലും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിം അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഷോട്ടിൽ നമ്മൾ സൗണ്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതെല്ലാം മാക്സിമം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്തത്. ഡോൾബി അറ്റ്മോസ് എന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് ഏറെ ഗൃഹപാഠം നടത്തിയാണ് ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഓരോ രംഗത്തെയും ഉത്തേജിപ്പിക്കുന്ന ദൗത്യം നിർവഹിച്ചത്. മലയാളത്തിൽ സെക്കൻഡ് ഷോ, സിനിമാ കമ്പനി, കളിയച്ചൻ, ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്നീ സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. സിനിമയും സംവിധായകനും ആവശ്യപ്പെടുന്ന ശബ്ദപ്രപഞ്ചം ഒരുക്കി നൽകലാണ് തന്റെ ജോലിയെന്നും കൂട്ടായ ഉദ്യമത്തിലൂടെയാണ് ഈ രംഗത്ത് വിജയിക്കാനാകൂ എന്നും ജസ്റ്റിൻ അഭിപ്രായപ്പെടുന്നു. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും തൃശൂർ ചേതനയിൽ നിന്ന് ഓഡിയോ റെക്കോർഡിംഗ് ഡിപ്ലോമയും ഇലക്ട്രോണിക്സ് കീബോർഡിൽ ലണ്ടൻ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിന്റെ 4th ഗ്രേഡും കരസ്ഥമാക്കിയ ഈ പ്രതിഭ തൃശൂരിൽ നിന്ന് റസൂൽ പൂക്കുട്ടിയുടെ പിൻഗാമിയാകാനുള്ള പടയോട്ടത്തിലാണ്. TCV ന്യൂസ്, തൃശൂർ.
തളിക്കുളത്ത് പ്രണയം നടിച്ച് +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ വലപ്പാട് CI R രതീഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു. തളിക്കുളം പുതുക്കുളങ്ങര സ്വദേശി മുസിയാം വീട്ടിൽ ഷബീറാണ് അറസ്റ്റിലായത്. പുതുക്കാട് മേഖലയിലെ +2 വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ 15 ദിവസമായി പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഷബീറിന്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത്. 15 ദിവസമായി പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് പ്രതി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വാടാനപ്പള്ളി SI TD ജോസ്, വലപ്പാട് ASI MP മുഹമ്മദ് റാഫി, CPOമാരായ ലിജു, രാജേഷ്, ബാബു, വനിതാ CPO ജൂലി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കർക്കിടക സുഹൃതം. ആരോഗ്യ ചികിത്സയുടെ കാലം കൂടിയാണ് കർക്കിടകം. ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കുന്ന ഔഷധക്കഞ്ഞിയുടെ പ്രസക്തി കർക്കിടകത്തിൽ ഏറിവരികയാണ്. ഓരോ ഋതുവിലും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഋതുചര്യയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഋതുമാറ്റങ്ങളിൽ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ചില രോഗങ്ങൾക്കും വഴിവെക്കുന്നു. കർക്കിടക മാസത്തിൽ പ്രത്യേക ചികിത്സാരീതികളാണ് ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇതിൽ ഔഷധക്കഞ്ഞിക്കും വളരെ പ്രാധാന്യമുണ്ട്. തണുത്ത അന്തരീക്ഷം കൂടുതലായുള്ള കർക്കിടക മാസത്തിൽ അണുക്കൾ വ്യാപനം നടത്തിയുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഔഷധക്കഞ്ഞി സഹായകരമാകും. പനി, ജലദോഷം, ദഹനക്കേട്, ശ്വാസകോശ രോഗങ്ങൾ, വാതരോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നതിനൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശരീരം കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാനും ഔഷധക്കഞ്ഞിക്കാവുന്നു. വിവിധ തരത്തിലുള്ള ഔഷധക്കഞ്ഞികളാണ് മലയാളികൾ സേവിച്ചു പോരുന്നത്. നവരക്കഞ്ഞി, ദശപുഷ്പക്കഞ്ഞി, ഉലുവക്കഞ്ഞി, ജീരകക്കഞ്ഞി തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രമാണ്. ഓരോ കൂട്ടുകളിലും തയ്യാറാക്കുന്ന കഞ്ഞികൾ ഓരോ രോഗശമനത്തിനൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന സവിശേഷതയുമുണ്ട്. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഔഷധക്കഞ്ഞിക്കൊപ്പം ഇലക്കറി പ്രയോഗവും ഏറെ സഹായകരമാകും. ഔഷധക്കഞ്ഞി സേവയിലൂടെ കർക്കിടക അവശതകളെ നീക്കി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്നത് മലയാളിയുടെ മറ്റൊരു കർക്കിടക സുഹൃതം. മണ്ണുത്തിയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ 3.5 പവന്റെ മാല കവർന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിന് മുന്നിൽ ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. മണ്ണുത്തി പോലീസ് കേസെടുത്തു. തൃശൂർ ഹൈറോഡിൽ പോലീസ് കൺട്രോൾ റൂമിന് സമീപവും മാല പൊട്ടിക്കാൻ ശ്രമം നടന്നു. ഇന്ന് രാവിലെയാണ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയുടെ മാല ബൈക്കിലെത്തിയ 2 യുവാക്കൾ പൊട്ടിക്കാൻ ശ്രമിച്ചത്. സമീപത്തെ ഫയർ സ്റ്റേഷനിലെ ഡ്രൈവർ ബൈക്കിന്റെ നമ്പർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. BJP ഉയർത്തുന്ന വർഗീയ ഫാസിസവും CPMന്റെ അക്രമരാഷ്ട്രീയവും തടയുന്നതിന് കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. INTUC സംസ്ഥാന നേതാവായിരുന്ന PV നളൻ, KPCC അംഗമായിരുന്ന MA ദേവസി എന്നിവരെ അനുസ്മരിക്കുന്ന സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ UDFന്റെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സുധീരൻ പറഞ്ഞു. കേന്ദ്രത്തിൽ ഭരണം 1 വർഷം പിന്നിട്ടപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകളുടെ സംരക്ഷകരാണെന്ന് വ്യക്തമായി. ബംഗാളും അരുവിക്കരയും കണ്ടിട്ടും പഠിക്കാത്ത CPM ജനങ്ങളിൽ നിന്ന് അകലുകയാണെന്നും സുധീരൻ പറഞ്ഞു. ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. ഏറ്റവും മികച്ച തൊഴിലാളി പ്രവർത്തകനുള്ള മണ്ഡലം കമ്മിറ്റിയുടെ പുരസ്കാരം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിക്ക് സുധീരൻ സമ്മാനിച്ചു. ജോസ് വള്ളൂർ, മേരി നളൻ, ഷിബു വാലപ്പൻ എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ യുവതിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ പുതുക്കാട് പോലീസ് പുറത്തുവിട്ടു. മുടിയും താടിയും ഉള്ള ഒരു ഫോട്ടോയും തല മുണ്ഡനം ചെയ്ത് താടിയും മീശയും ഇല്ലാത്ത ഒരു ഫോട്ടോയുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വടക്കങ്കര സുജിത്തിന്റെ ഭാര്യ ശാലിനിയാണ് 2 ആഴ്ച മുൻപ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് ബൈക്കുമായി കടന്ന സുജിത്തിന് വേണ്ടി 2 സംഘങ്ങളായി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരുവിധ തെളിവും ലഭിക്കാതായതോടെ തമിഴ്നാട്ടിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി തമിഴ്നാട് പോലീസിന് കൈമാറി. പൊതുസ്ഥലങ്ങളിൽ പതിക്കുന്നതിനായാണ് രേഖാചിത്രം കൈമാറിയത്. കൊല്ലപ്പെട്ട യുവതിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്ന 63 പേരെ പോലീസ് ചോദ്യം ചെയ്തു. കയ്യിൽ പണമില്ലാതെ മുങ്ങിയ സുജിത്തിന് നാട്ടിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. സൈബർ ന്യൂസ്. സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. താഴേക്ക് പതിച്ച ഉപഗ്രഹ ഭാഗമെന്ന വ്യാജേന വാട്സാപ്പിൽ പ്രചരിക്കുന്ന വീഡിയോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് തയ്യാറാക്കിയത് ആണെന്നാണ് വിദഗ്ധാഭിപ്രായം.
ഭൂമി കച്ചവടത്തിന്റെ മറവിൽ 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത മുൻ വൈദികനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ നല്ലങ്കര തത്രത്തിൽ വീട്ടിൽ തോമസിനെയാണ് SI ശശീന്ദ്രൻ അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശി കോലഞ്ചേരി ജോൺസന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കോട്ടയം സ്വദേശി ജോർജിന്റെ പക്കൽ നിന്ന് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തോമസ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കാക്കനാട് ജയിലിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി തോമസ് 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരിക്കെ 2 വർഷം മുൻപാണ് തോമസ് ചാലക്കുടിയിൽ എത്തി പോട്ട സ്വദേശിയുമായി പരിചയപ്പെട്ടത്. കോട്ടയത്തുള്ള മറ്റൊരു ആളുടെ സ്ഥലം ആദായ വിലയ്ക്ക് നൽകാമെന്ന് പറയുകയും ഇതിന്റെ നടപടിക്രമത്തിലേക്കായി 2.5 ലക്ഷം രൂപ കൈക്കലാക്കി മുങ്ങുകയുമായിരുന്നു. ഇടുക്കിയിൽ മറ്റൊരു ഭൂമി തട്ടിപ്പിലൂടെ 35 ലക്ഷം രൂപയും ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പ് കഥകൾ പുറത്തു വന്നതോടെ തോമസിനെ വൈദിക സ്ഥാനത്തു നിന്നും സഭാ അധികൃതർ മാറ്റിയിരുന്നു. ചാവക്കാട് കടപ്പുറം അടിത്തിരുത്തിയിൽ നിന്ന് കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം ഒരുമനയൂർ ലോക്കിനടുത്ത് കനോലി കനാലിൽ കണ്ടെത്തി. അടിത്തിരുത്തി പള്ളിക്കടുത്ത് വലിയകത്ത് ലത്തീഫാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ ലത്തീഫിനെ ഇന്നലെ രാവിലെ നാട്ടുകാർ കണ്ടിരുന്നു. ലോട്ടറി കച്ചവടവും കൂലിപ്പണിയും ആയിരുന്നു ഇയാളുടെ ജോലി. ഇതിനിടെ കനോലി കനാലിന്റെ തീരത്ത് ചെരുപ്പ് കണ്ടതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും അന്വേഷണം നടത്തുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേനയും ചാവക്കാട് CIP അബ്ദുൽ മുനീർ, SI AV രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തി. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പുതിയ ആശുപത്രിയിലെ 5-ാം വാർഡിലെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലേക്ക്. ശസ്ത്രക്രിയ കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകം കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യത്തിനായാണ് 5-ാം വാർഡ് നവീകരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 മാസം മുൻപ് 5-ാം വാർഡ് അടച്ചിരുന്നു. 80 പേർക്കാണ് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം പുതുതായി ഒരുക്കിയിരിക്കുന്നത്. ശീതീകരിച്ച ചെറിയ ക്യാബിനുകളും വാർഡിൽ ഒരുക്കിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K ബാലഗോപാൽ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന കഥാപ്രസംഗ മഹോത്സവത്തിന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ MS ജയ അധ്യക്ഷയായിരുന്നു. സാഹിത്യകാരൻ ബാലചന്ദ്രൻ വടക്കേടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, എണ്ണക്കാട്ട് നാരായണൻകുട്ടി, മേതിൽ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാഥികൻ ചിറക്കര സലീം കുമാറും സംഘവും അവതരിപ്പിച്ച പ്രഭുക്കളും ഭൃത്യരും എന്ന കഥാപ്രസംഗം അരങ്ങേറി. ശനിയാഴ്ച കഥാപ്രസംഗ മഹോത്സവത്തിന് സമാപനമാകും. മുളകുന്നത്തുകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ക്യാൻസർ സെന്ററിനെ തകർക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് പ്രതിഷേധാർഹമാണെന്ന് PK ബിജു MP. നെഞ്ചുരോഗ ആശുപത്രിയിൽ ക്യാൻസർ സെന്റർ വികസിപ്പിക്കേണ്ടതിന്റെയും മിനി RCCയായി ഉയർത്തേണ്ടതിന്റെയും ആവശ്യം നിരവധി തവണ രേഖാമൂലം ഉന്നയിച്ചിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതെ സ്ഥാപനത്തെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുന്നതെന്നും MP പറഞ്ഞു. ക്യാൻസർ സെന്ററായി ഉയർത്താനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ചെസ്റ്റ് ഹോസ്പിറ്റലിലെ ജീവനക്കാരെ മാറ്റി നിയമിച്ച പ്രിൻസിപ്പാളിന്റെ നടപടി പിൻവലിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പുനർവിഭജനങ്ങളിലെ അശാസ്ത്രീയതയ്ക്കെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF ജനപ്രതിനിധികൾ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ബാലചന്ദ്രൻ, പ്രൊഫസർ M മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 14ആക്കി ചുരുക്കിയതോടെ തളിക്കുളം, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുകളാണ് ഇല്ലാതായത്. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ജീവനക്കാരുടെ ജില്ലാതല വാർഷിക പരിശീലന പരിപാടി അയ്യന്തോളിൽ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ K ശ്രീധര വാര്യർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഓഫീസർ TP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപ്, അഡീഷണൽ ജില്ലാ ഓഫീസർ AA ജോസ്, NA രാധാമണി എന്നിവർ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമുഖർ പരിശീലന ക്ലാസുകൾ നയിച്ചു. SFI സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഖദീജ് സുലൈഹ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് KS സെന്തിൽകുമാർ, സെക്രട്ടറി KS റോസൽ രാജ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ 3 കോടിയുടെ മൺസൂൺ ബമ്പർ തൃപ്രയാറിൽ വിറ്റ ടിക്കറ്റിന് MT 479820 എന്ന സീരിയൽ നമ്പറാണ് തൃപ്രയാറിൽ മൺസൂൺ ബമ്പർ ഭാഗ്യവുമായി എത്തിയത്. തൃപ്രയാർ പോളി ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്ത് മണക്കാട്ട് ചന്ദ്രന്റെ പെട്ടിക്കടയിൽ വിറ്റതാണ് സമാനാർഹമായ ടിക്കറ്റ്. കടയിൽ ബാക്കി വന്ന 6 ടിക്കറ്റുകളിൽ ഒന്നാണ് സമാനാർഹമായത്. വാണിജ്യം. വീഥികളിൽ രാജകീയത വിളിച്ചോതുന്ന ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ മോഡലായ SUV
ക്രിറ്റ തൃശൂർ MCP ഹുണ്ടായി ഉപഭോക്താക്കളിൽ എത്തിച്ചു. മരത്താക്കര ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം സരയു വാഹനത്തിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. MCP ഹുണ്ടായി മാനേജിംഗ് ഡയറക്ടർ MC മുഹമ്മദ് കുട്ടി, ചെയർമാൻ CP കുഞ്ഞാമു, ഡയറക്ടർമാരായ CP ലത്തീഫ്, CP അബ്ദുൾ അസീസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ PS രാജേന്ദ്രൻ, രമേഷ് പിള്ള, സീനിയർ സർവീസ് ആൻഡ് സ്പെയർസ് മാനേജർ ബിജു P സുന്ദരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നേവിഗേഷനോടുകൂടിയ 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ, പുഷ് സ്റ്റാർട്ട് ബട്ടൺ, 6 എയർ ബാഗുകൾ എന്നീ സവിശേഷതകളുമായി എത്തിയ ന്യൂ SUV ക്രിട്ടയ്ക്ക് 3 വർഷത്തെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയും കമ്പനി ഉറപ്പു നൽകുന്നു. വിവിധ നിറങ്ങളിലുള്ള വാഹനം പെട്രോൾ, ഡീസൽ മോഡലുകളിൽ മികച്ച ഇന്ധനക്ഷമതയും നൽകുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കോന്നി സ്വദേശിനി ആര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. കേസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായി 3 പെൺകുട്ടികളുടെയും ബന്ധുക്കൾ. മദ്യപാനം നിർത്താമെന്ന പേരിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘം ഏറിവരുന്നു. മരുന്ന് വിൽപ്പന ആയുർവേദ ഡോക്ടർമാരെ മുൻനിർത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. വിദേശ നമ്പറിൽ നിന്നുള്ള ഭീഷണി ഫോൺ കോൾ വന്നത് ടെമ്പിൾ CIക്ക്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൽ സുരക്ഷ കർശനമാക്കി. ഫോൺ വിളിച്ചയാളെ തിരിച്ചറിഞ്ഞതായി സൂചന. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സെഷൻസ് പ്രാരംഭവാദം തുടങ്ങി. പ്രതി നിസാമിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ. വെള്ളക്കെട്ടും അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ യാത്രാ ദുരിതം. ബസ് സ്റ്റാൻഡിൽ വിലസുന്നത് കാളക്കൂറ്റന്മാർ. പാർക്കിംഗ് ഫീസ് പിരിക്കുന്ന കോർപ്പറേഷൻ അധികാരികൾ സ്റ്റാൻഡിനെ അവഗണിക്കുന്നതായി ആക്ഷേപം. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ജോസ് ആലുക്കാസ്,